ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ. ഞാനിവിടെ പറയുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടേതായ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും 2026 പുതുവർഷത്തിലാണെങ്കിൽ പൂരാടം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. പൂരാടം നക്ഷത്രക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആത്മബന്ധത്തിനും സ്നേഹബന്ധത്തിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരും ചിട്ടയായിട്ടുള്ളൊരു ജീവിത രീതിയെ ഇഷ്ടപ്പെടുന്നവരുമായിട്ടുള്ള ഈ നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ ജോലിയോട് വളരെ ഉത്തരവാദിത്വ ബോധവും അത്ര തന്നെ അമിതമായിട്ടുള്ള ശ്രദ്ധയുള്ളവരായതുകൊണ്ട് സമയം നോക്കാതെ ലാഭം നോക്കാതെ സ്വന്തമായിട്ടുള്ള അധ്വാനത്തിലൂടെ പരിശ്രമിച്ച് ജീവിത വിജയം നേടുന്നവരാണ് ഈ നക്ഷത്രക്കാർ. എന്നാൽ നല്ലൊരു വീടും സുരക്ഷിതമായിട്ടുള്ള കുടുംബജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് വീട് അലങ്കരിക്കുന്നതിനും കുടുംബത്തോടൊപ്പം തന്നെ സമയം ചെലവഴിക്കുവാനും ഇഷ്ടപ്പെടുന്നവരാണ്. കുടുംബാംഗങ്ങൾക്ക് സന്തോഷത്തിനും ഐശ്വര്യത്തിനും എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നവരാണ്. എന്നാലോ തനിക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തു തന്നെ സഹായം ചെയ്യുവാനും സന്നദ്ധരായതുകൊണ്ട് അവരുടേതായ എന്ത് വിഷമഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ വരും വരായികൾ നോക്കാതെ തന്നെ അവരെ സഹായിക്കുന്നവരാണ്. എന്നാലോ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം കുറഞ്ഞവരായതുകൊണ്ട് ക്ഷമാശീലം കുറഞ്ഞവരായതുകൊണ്ട് താൻ സഹായിച്ചവരിൽ നിന്ന് എന്തെങ്കിലും മനോവിഷമതകൾ വന്നാൽ വേഗത്തിൽ തന്നെ ദേഷ്യം വരികയും അപ്പോൾ തന്നെ പ്രതികരിക്കുന്നവരായിട്ടും മാറും. സ്വന്തമായിട്ടുള്ള അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. എന്നാൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുള്ളവരായതുകൊണ്ട് സമ്പാദ്യശീലത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയാറുണ്ട്. ജോലിയോട് അമിതമായിട്ടുള്ള ശ്രദ്ധയുള്ളവരായതുകൊണ്ട് ചിലപ്പോൾ ആ ശ്രദ്ധ കുടുംബജീവിതത്തെ പോലും ബാധിക്കുന്നതാണ്. അതിനാൽ ജോലിക്കും കുടുംബജീവിതത്തിനും തുല്യമായിട്ട് ബാലൻസ് നിലനിർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് ഈ നക്ഷത്രക്കാർ. കൂടാതെ ആരോഗ്യ പരിപാലനത്തിലും കൂടുതലും ശ്രദ്ധിക്കുന്നതും ഈ പൂരാടം നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. ഈ 2026 പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ നിവൃത്തി സ്ഥാനത്ത് ദേവഗുരുവായിട്ടുള്ള വ്യാഴം നിൽക്കുന്നതും 3-ാം ഭാവത്തിൽ നിൽക്കുന്നതായ രാഹുവിൻ്റേതായ സ്വാധീന ശക്തിയും മൂലം പൂരാടം നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ, അതായത് ജൂൺ മാസം 2-ാം തീയതി വരെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഉയർച്ചയ്ക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ടെങ്കിലും ആരോഗ്യ പരിപാലനത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. എന്നാൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ സന്തോഷത്തിനും മനസമാധാനത്തിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് മക്കളുടേതായിട്ടുള്ള ചില കാര്യങ്ങളിൽ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഇനി സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ വർഷാരംഭത്തിൽ. എന്നാൽ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിന്
അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ട്, സുഖസ്ഥാനത്താണെങ്കിൽ ശനീശ്വരൻ്റെ സ്വാധീനശക്തി കാണുന്നതുകൊണ്ട് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ട് കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. കുടുംബത്തിലും സുഹൃത്ത് ബന്ധങ്ങളിലും അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകിച്ച് നോക്കണം. ദൈനംദിന ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ വരാതെ, ഭാഗ്യഹാനി വരാതെ ശ്രദ്ധിക്കണം. ഈ ഒരു സമയങ്ങളിൽ യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം ശ്രദ്ധ വേണം. വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കണം. വ്യാപാര വ്യവസായ മേഖലകളിലാണെങ്കിലും, സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും, ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. അതുകൊണ്ട് പൂരാടം നക്ഷത്രക്കാർ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ഭഗവാന് മഞ്ഞപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്. കൂടാതെ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠമായിട്ട് കാണുന്നുണ്ട്.